ഹായ് ഓൾ, നമ്മൾ ഇന്നിവിടെ പാക്കേജിംഗ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പാക്കേജിംഗ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ മിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, മിൽക്ക് ലിക്വിഡ് ഫോം ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ സ്റ്റേജിലും നമുക്ക് എന്താണ് കണ്ടെയ്നേഴ്സിന്റെ ആവശ്യമുണ്ട്. അതായത് ഇപ്പൊ പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഇപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ നമ്മൾ എന്താണ് സുരക്ഷിതമായ റാപ്പറിനുള്ളിലോ കണ്ടെയ്നറിനുള്ളിലോ വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാക്കേജിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിന്റെ പാക്കേജിംഗ് എന്താണ്, നമ്മൾ മിൽക്ക് പ്രോഡക്ട്സ് സുരക്ഷിതമായ റാപ്പറിനുള്ളിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാക്കേജിംഗ് എന്ന് പറയുന്നത്. അപ്പം പാക്കേജിംഗ് ഇൻഡസ്ട്രീസ് മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പാലിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കുറയാൻ പാടില്ല, കുറയാതെ തന്നെ എന്താണ് കൺസ്യൂമേഴ്സിന്റെ കൈകളിൽ എത്തിക്കണം. ദെൻ പാക്കേജിംഗ് എക്കണോമിക്കൽ ആയിരിക്കണം, ഹൈജീൻ ആയിരിക്കണം, സേഫ് ആയിരിക്കണം, എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി പാക്കിംഗ് ആയിരിക്കണം. ഇത്രയാണ് എന്ത് പാക്കേജിംഗ് ഇൻഡസ്ട്രീസ് മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മിൽക്ക് പ്രോഡക്ട്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് അല്ലെങ്കിൽ കണ്ടെയ്നറിനുള്ളിലാണ് പാക്ക് ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോഴും കാണുന്നത് എന്താണ്, മിൽക്ക് പ്ലാസ്റ്റിക്കിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും രണ്ട് മെയിൻ ടൈപ്സ് ഓഫ് പാക്കേജിംഗ് സിസ്റ്റം ഉണ്ട്. ഫ്ലൂയിഡ് മിൽക്കിന് നമുക്ക് രണ്ട് രീതിയിലുള്ള പാക്കേജിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണൽ ബോട്ടിലിംഗ് സിസ്റ്റം ആണ്. ഈ ട്രഡീഷണൽ ബോട്ടിലിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്താണ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ക്ലീൻ ചെയ്ത് തിരികെ ഏൽപ്പിക്കണം. അതാണ് ട്രഡീഷണൽ ബോട്ടിലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് എന്താണ്, പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിൽ മിൽക്ക് പാക്ക് ചെയ്ത് തരും. അപ്പൊ നമ്മൾ തിരികെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ പ്ലാസ്റ്റിക് നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മിൽക്ക് പ്രോഡക്ട്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഏതാണ്? ലീനിയർ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ എന്ന മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോളി എത്തിലീൻ, ലീനിയർ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ എന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്കിന്റെ മെറ്റീരിയൽസ് പാക്കേജിംഗ് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാക്കേജിംഗ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആണ്. അപ്പൊ മിൽക്ക് പ്രോഡക്ട്സിന്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് എന്താണ്? മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റാപ്പർ അല്ലെങ്കിൽ കണ്ടെയ്നറിനുള്ളിലായിരിക്കും നമ്മൾ അതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാക്കേജിംഗ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് പാക്കേജിംഗ് ഇൻഡസ്ട്രീസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് ക്ലീൻ ആയിരിക്കണം, ഹൈജീൻ ആയിരിക്കണം, എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം, ഡിസ്പോസിബിൾ ആയിരിക്കണം, സേഫ് ആയിരിക്കണം. അതിന്റെ മിൽക്കിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂ ഒട്ടും കുറയാതെ തന്നെ അതെന്താണ് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ എത്തണം. രണ്ട് മെയിൻ ടൈപ്സ് ഓഫ് പാക്കേജിംഗ് സിസ്റ്റം ആണുള്ള ഫ്ലൂയിഡ് മിൽക്സിന് രണ്ട് രീതിയിൽ നമുക്ക് പാക്കേജിംഗ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ബോട്ടിലിംഗ് സിസ്റ്റം. ട്രഡീഷണൽ ബോട്ടിലിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പാല് കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ബോട്ടിൽസ് നമ്മുടെ ആവശ്യം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് തിരികെ ഏൽപ്പിക്കണം. ഇപ്പൊ നൗഡേയ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാക്കേജിംഗ് സിസ്റ്റം എന്താണ്, പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുള്ള പാക്കേജിംഗ് സിസ്റ്റം ആണ്. നമ്മുടെ യൂസിന് ശേഷം അത് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും. ഈ പ്ലാസ്റ്റിക് കവർ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? ലീനിയർ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ പാക്കിംഗ് മെറ്റീരിയൽ ഫോർ മിൽക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് പർപ്പസ് ആണ്. പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാക്കേജിംഗ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിന്റെ പാക്കേജിങ്ങിനെ പറ്റി പഠിച്ചല്ലോ. അതിന്റെ മെയിൻ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ പ്രോപ്പർ ആയിട്ട് പാക്ക് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിന് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഷെൽഫ് ലൈഫ് ഒരുപാട് കാലം നമുക്ക് ഷെൽഫിൽ സൂക്ഷിക്കാൻ പറ്റും. അതായത് സൂക്ഷിപ്പ് കാലാവധി കൂട്ടാൻ സാധിക്കും പ്രോപ്പർ ആയിട്ടുള്ള പാക്കിംഗ് ആണെങ്കിൽ. അതാണ് ആദ്യത്തെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്,
നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആവും. ഇപ്പൊ പ്രോപ്പർ പാക്കിംഗ് ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസി ആവും. അതാണ് സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് പർപ്പസ് എന്ന് പറയുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി പാക്കിംഗ് ആണെങ്കിൽ എന്താണ്, കസ്റ്റമേഴ്സിന് കാണുമ്പോൾ തന്നെ എന്താണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവും. അങ്ങനെ നമുക്ക് എന്താണ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ പ്രോപ്പർ ആയിട്ടുള്ള പാക്ക് ചെയ്യുന്നതിന്റെ മൂന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് അഡൾട്രേഷൻ കുറയ്ക്കാൻ സാധിക്കും. ക്വാളിറ്റി പാക്കേജിംഗ് ആണെങ്കിൽ എന്ത്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. ഇത്രയാണ് പർപ്പസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, contain and protect the product during handling and storage, thereby increasing shelf life. ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അതായത് സൂക്ഷിപ്പ് കാലാവധി കൂട്ടാൻ സാധിക്കും. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഈസി ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആവും. മൂന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കിംഗ് ആണെങ്കിൽ, ക്വാളിറ്റി പാക്കിംഗ് ആണെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതൽ അത് ആകൃഷ്ടരാവും. അങ്ങനെ നമുക്ക് എന്താണ് സെയിൽസ് കൂട്ടാൻ സാധിക്കും. ഇനി നാലാമത്തെ പർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്, അഡൾട്രേഷൻ കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന നല്ല ഹൈ ക്വാളിറ്റി പാക്കിംഗ് ആണെങ്കിൽ പെട്ടെന്ന് മിൽക്ക് പ്രോഡക്ട്സ് ഒന്നും നശിച്ചു പോകത്തില്ല. ഇത്രയാണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. പർപ്പസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് പാക്ക് ചെയ്യുന്ന മെയിൻ ഇമ്പോർട്ടന്റ് പർപ്പസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് കോമൺ പാക്കേജിങ് മെറ്റീരിയൽസ്. നമ്മൾ കോമൺ ആയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. മിൽക്ക് ഇൻഡസ്ട്രിയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാക്കേജിങ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ, ഇപ്പൊ ബൾക്ക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാക്കേജിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ടാങ്കേഴ്സ്, മിൽക്ക് ക്യാൻസ് ഒക്കെയാണ്. റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ റിട്ടേണബിൾ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ യൂസിന് ശേഷം അത് റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിൽ സിംഗിൾ സെർവ് കണ്ടെയ്നേഴ്സ്, അതായത് വൺ ടൈം യൂസിന് മാത്രം നമ്മൾ കൊടുക്കുന്നതാണ്. അത് കോമൺ ആയിട്ട് വരുന്ന എന്താണ്, പോളിത്തീൻ സാഷെ, പ്രീ ഫാബ്രിക്കേറ്റഡ് കണ്ടെയ്നേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കോമൺ മിൽക്ക് ഇൻഡസ്ട്രിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാക്കേജിങ് മെറ്റീരിയൽസ്, ബൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ടാങ്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, മിൽക്ക് ക്യാൻസ് യൂസ് ചെയ്യാറുണ്ട്. റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യും. ദെൻ സിംഗിൾ സെർവ് കണ്ടെയ്നർ, ഒരൊറ്റ യൂസ്, അതാണ് പോളിത്തീൻ സാഷെ, പ്രീ ഫാബ്രിക്കേറ്റഡ് കണ്ടെയ്നേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് കോമൺ പാക്കേജിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പാക്കേജിങ് മെറ്റീരിയൽസ് ഫോർ പാസ്ചറൈസ്ഡ് മിൽക്ക്. നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്കിന് കോമൺ ആയിട്ട് പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പാസ്ചറൈസ്ഡ് മിൽക്കില് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാക്കേജിങ് മെറ്റീരിയൽ ഏതാണ്, ഗ്ലാസ് യൂസ് ചെയ്യാറുണ്ട്, പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, LDPE. എന്താണ് LDPE എന്ന് പറയുന്നത്, ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ. ലോ ഡെൻസിറ്റി LDPE എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ്. പ്ലാസ്റ്റിക്സിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ LLDPയും യൂസ് ചെയ്യാറുണ്ട്. എന്താണ് LLDP, ലീനിയർ ലോ ഡെൻസിറ്റി. LLDP എന്ന് പറയുന്നത് ലീനിയർ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ്. അപ്പം കോമൺ ആയിട്ട് നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഗ്ലാസ് യൂസ് ചെയ്യാറുണ്ട്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് അതായത് ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ലീനിയർ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതൊക്കെ കൂടാതെ ഗ്ലാസും പ്ലാസ്റ്റിക്കും അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് പാക്കേജിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോട്ടഡ് പേപ്പർ ബോർഡ് യൂസ് ചെയ്യാറുണ്ട്, വാക്സ് കോട്ടഡ് പേപ്പർ ബോർഡ്, ESL. എന്താണ് ESL എന്ന് പറയുന്നത്, എക്സ്റ്റെൻഡഡ് ഷെൽഫ് ലൈഫ് പൗച്ച്. ഇത്രയാണ് നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പാക്കേജിംഗ് മെറ്റീരിയൽ ഫോർ UHT. എന്താണ് UHT എന്ന് പറയുന്ന, അൾട്രാ ഹൈ ടെമ്പറേച്ചർ ആണ്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ. അപ്പൊ പാക്കേജിംഗ് മെറ്റീരിയൽസ് ഫോർ UHT, അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് അസെപ്റ്റിക് പാക്കേജിംഗ് സിസ്റ്റം. എന്താണ് ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്, നമ്മൾ മിൽക്കിന് ഹൈ ടെമ്പറേച്ചർ, അതായത് 135 to 150 ഡിഗ്രി 135 to 150 ഡിഗ്രി സെൽഷ്യസ്
മിൽക്ക് ഹീറ്റ് ചെയ്തതിന് ശേഷം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമ്മൾ അതേ ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്, സ്റ്റെറിലൈസ്ഡ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്കിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാക്കേജിങ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്, മിൽക്ക് ഹൈ ടെമ്പറേച്ചറിൽ 135 to 150 ഡിഗ്രി സെൽഷ്യസിൽ മിൽക്ക് ഹീറ്റ് ചെയ്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അതേ ടെമ്പറേച്ചറിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അൾട്രാ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ പാക്കേജിങ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്കിന്റെ പാക്കേജിങ് എങ്ങനെയാണ്, സ്റ്റെറൈൽ എൻവിറോൺമെന്റിന് നമ്മൾ സ്റ്റെറൈൽ പാക്കിംഗ് ആയിരിക്കും കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുന്നത്. എന്താണ് അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുന്നത്, സ്റ്റെറൈൽ ആയിട്ടുള്ള എൻവിറോൺമെന്റിൽ സ്റ്റെറൈൽ പാക്കിംഗ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതിനെയാണ് അസെപ്റ്റിക് പാക്കേജിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്കിന്റെ പ്രത്യേകത എന്താണ്, സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഈ ബാക്ടീരിയാസ് ഒന്നും കാണില്ല. സ്റ്റെറിലൈസ്ഡ് മിൽക്കിൽ ബാക്ടീരിയാസ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പൊ പാസ്ചറൈസേഷൻ, മിൽക്ക് പാസ്ചറൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, മിൽക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഡിസീസ് കോസിങ് മൈക്രോബ്സിനെയൊക്കെ നശിപ്പിക്കുന്ന പ്രോസസ് ആണ് എന്ത്, പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റെറിലൈസ് ചെയ്ത മിൽക്കിന്റെ പ്രത്യേകത എന്തായിരിക്കും, അതിൽ ബാക്ടീരിയാസ് ഒന്നും കാണത്തില്ല, ബാക്ടീരിയാസ് സീറോ ആയിരിക്കും. അപ്പം ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്കിന്റെ പ്രത്യേകത എന്താണ്, ബാക്ടീരിയാസ് ഒന്നും ഇല്ല, സീറോ ബാക്ടീരിയാസ് ആണ്. അപ്പൊ അവയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് റെഫ്രിജറേറ്ററിന്റെ ആവശ്യമില്ല. റെഫ്രിജറേറ്റർ ഇല്ലാതെ തന്നെ 3 to 6 months നമുക്ക് കയ്യിൽ സൂക്ഷിക്കാൻ സാധിക്കും. അതാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ച് കൂൾ പ്ലേസിൽ വെച്ചിട്ടല്ലേ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് നമുക്ക് വിത്തൗട്ട് റെഫ്രിജറേറ്റർ 3 to 6 months യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ റെഫ്രിജറേഷനിൽ നമ്മൾ റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഷെൽഫ് ലൈഫ് വീണ്ടും കൂട്ടാൻ പറ്റും. അപ് ടു 1 year നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് നമ്മൾ സ്റ്റെറൈൽ എൻവിറോൺമെന്റിൽ പാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് നമ്മളിപ്പം അതിനെ ഒരു തവണ പൊട്ടിച്ച് യൂസ് ചെയ്തെന്ന് വെച്ചോ, ഒരു തവണ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു തവണ അത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യണം. പിന്നെയും നമ്മൾ അത് സ്റ്റോർ ചെയ്ത് അത് കേടായി പോകും. ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് കൂടുതലായിട്ടും എപ്പോഴാണ് അതിന്റെ ആവശ്യകത വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ദൂരെ യാത്ര പോവുകയാണ്, ഇപ്പൊ നമുക്ക് റെഫ്രിജറേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ നമുക്ക് എന്താണ്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പാസ്ചറൈസ്ഡ് മിൽക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ വിലയും എന്തായിരിക്കും, ഇരട്ടിയായിരിക്കും. അതിനേക്കാൾ കൂടുതൽ വിലയായിരിക്കും എന്ത്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് വൺസ് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഫുൾ ആയിട്ട് കൺസ്യൂം ചെയ്യണം. പിന്നെ അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിൽ അത് കേടായി പോകും. ഇനി ടൈപ്പ് ഓഫ് അസെപ്റ്റിക് പാക്ക്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസെപ്റ്റിക് പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, സ്റ്റെറൈൽ എൻവിറോൺമെന്റിൽ സ്റ്റെറൈൽ പാക്കിംഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് അസെപ്റ്റിക് പാക്കേജിങ്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. കാർട്ടൂൺ ബോക്സസ് യൂസ് ചെയ്യുന്നുണ്ട്, ബാഗ്സ്, പൗച്ചസ്, ബോട്ടിൽസ് ആൻഡ് ജാർസ്, മെറ്റൽ ക്യാൻസ്, പ്ലാസ്റ്റിക് ക്യാൻസ്, കോമ്പോസിറ്റ് ക്യാൻസ് ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്കിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, ടെട്രാ പാക്കിംഗ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ആണ്. ടെട്രാ പാക്ക് കാർട്ടൂൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അൾട്രാ ഹൈ ടെമ്പറേച്ചർ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡിഫറെന്റ് ലെയേഴ്സ് ആണ് നോക്കുന്നത്. ആ ടെട്രാ പാക്ക് കാർട്ടൂണിൽ എത്ര ലെയേഴ്സ് ഉണ്ട്, ഓരോ ലെയേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ടെട്രാ പാക്ക് കാർട്ടൂൺ എന്ന് പറയുമ്പോൾ അതിന് മെയിൻ ആയിട്ട് 6 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, പോളി എത്തിലീൻ, പേപ്പർ, പോളി എത്തിലീൻ, അലുമിനിയം, പോളി എത്തിലീൻ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6ാമത്തെ ലെയർ എന്ന് പറയുന്നത് എന്താണ്, പോളി എത്തിലീനാണ്, സീൽസ് ദ ലിക്വിഡ്. അപ്പൊ ഈ 6ാമത്തെ ലെയർ എന്ന് പറയുന്നത് പോളി എത്തിലീൻ ആണ്. അപ്പൊ അതായത് നമ്മൾ മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡ് ഫോം ആണ്. അപ്പൊ ഈ ലിക്വിഡ് നമ്മൾ കവറിനുള്ളിൽ എടുത്തതിന് ശേഷം അതിന് എന്താണ്, സീൽ ചെയ്യും അല്ലെ. ഈ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പോളി എത്തിലീൻ, ഈ 6ാമത്തെ ലെയർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത 5ാമത്തെ ലെയർ എന്ന് പറയുന്നത്
പോളിയെത്തിലീൻ. അത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫോർ അഡ്ഹെഷൻ. അതായത് നമുക്ക് ഈ ടെട്രാപാക്ക് കാർട്ടൂണിൽ തന്നെ 6 ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട്. ഈ ഡിഫറെന്റ് ലെയേഴ്സ് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ 5ാമത്തെ ലെയർ, പോളിയെത്തിലീൻ ഫോർ അഡ്ഹെഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാലാമത്തെ എന്താണ്? അലുമിനിയം കോട്ടിംഗ് ആണ്. ഈ അലുമിനിയം കോട്ടിംഗ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? ഈ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ് ഒന്നും കയറാതെ, ലൈറ്റ്, പിന്നെ മറ്റ് ഗന്ധങ്ങൾ, വേറെ അഴുക്ക് ഫ്ലേവേഴ്സ് ഒന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അലുമിനിയം കോട്ടിംഗ്. അപ്പൊ 4th ലെയർ എന്ന് പറയുന്ന അലുമിനിയം കോട്ടിംഗ് ആണ്. മെയിൻ ആയിട്ട് ഗ്യാസ്, ലൈറ്റ്, മറ്റ് ഗന്ധങ്ങളൊന്നും കയറാതെ സംരക്ഷിക്കുന്ന കോട്ടിംഗ് ആണ് എന്ത്? അലുമിനിയം കോട്ടിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അലുമിനിയം കോട്ടിംഗ് കൊടുക്കുന്നത്. ഈ ഒരു അലുമിനിയം കോട്ടിംഗ് കണ്ടോ, ഈ ഒരു അലുമിനിയം കോട്ടിങ്ങിന്റെ ഈ പോളി എത്തിലീൻ ഫോർ സീലിംഗ് ദി ലിക്വിഡ്, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നമ്മൾ എന്താണ് വേറൊരു പോളി എത്തിലീൻ കോട്ടിംഗ് കൊടുക്കുന്നുണ്ട് ഫോർ അഡ്ഹെഷൻ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അലുമിനിയം കോട്ടിംഗ് ലെയറും പോളിത്തീൻ ലെയറും ഒരുമിച്ച് ചേർത്ത് നിർത്താനായിട്ടാണ് നമ്മൾ ഈ പോളി എത്തിലീൻ ലെയർ ഫോർ അഡ്ഹെഷൻ യൂസ് ചെയ്യുന്നത്. ഈ പോളി എത്തിലീന്റെ മുകളിലായിട്ട് എന്താണ്? സെക്കൻഡ് ലെയർ വരുന്ന പേപ്പർ വരുന്നത്. ഈ പേപ്പർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ പാക്കറ്റിന്റെ സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത് എല്ലാം നിലനിർത്താൻ സഹായിക്കുന്നത് എന്താണ്? ഈ പേപ്പറാണ്. അതായത് ഈ പോളി എത്തിലീന്റെ മുകളിൽ വരുന്ന ഈ പേപ്പർ ഉള്ളത് കൊണ്ടാണ് ഈ പാക്കറ്റിന് ഒരു പാക്കറ്റിന് അതിന്റെ സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത് എല്ലാ അസിറ്റീസും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. പേപ്പറിന്റെ മുകളിലായിട്ട് വേറൊരു കോട്ടിംഗ് ഉണ്ട്, പോളി എത്തിലീൻ കോട്ടിംഗ്. അപ്പൊ പേപ്പറിന്റെ മുകളിൽ വീണ്ടും ഉള്ളൊരു കോട്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളി എത്തിലീൻ കോട്ടിംഗ് എന്ന് പറയുന്നത്. ഈ പേപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പെട്ടെന്ന് ഈർപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അങ്ങനെയുള്ള പേപ്പറിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പറിന് പുറമെ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്ത? പോളി എത്തിലീൻ കോട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു ഡിഫറെന്റ് 6 ലെയേഴ്സ് വെച്ചിട്ടാണ് എന്ത്? ടെട്രാപാക്ക് കാർട്ടൂൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്കിപ്പോ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ടെട്രാപാക്ക് കാർട്ടൂണിന് ഓരോന്നിന്റെയും പർപ്പസ് നോക്കി. പോളി എത്തിലീൻ പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ദ മോയിസ്ചർ, then paper for stability and strength, polyethylene for adhesion, aluminium to prevent entering the oxygen, flavors and light, then polyethylene for adhesion, polyethylene seals the liquid. ഈ ഒരു പാക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനുള്ളിലുള്ള മിൽക്കിന് എന്താണ്? ടോട്ടൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പാക്കിംഗ് ആണ് എന്ത്? ടെട്രാപാക്ക് കാർട്ടൂൺ എന്ന് പറയുന്നത്. റിമൈനിങ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.